20 റൺസിൻ്റെ തോൽവിയാണ് ഇന്ന് CSK ഏറ്റുവാങ്ങിയത്. ഇതുവരെ തോൽവി എന്താണെന്ന് ചെന്നൈ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഡൽഹിയോട് ചെന്നൈക്ക് മുട്ടുമടക്കേണ്ടി വന്നു. എങ്കിലും ധോണി മികച്ച കളിയാണെന്ന് കാഴ്ചവെച്ചത്. ഇന്ന് കളി തോറ്റ ശേഷം CSK ക്യാപ്റ്റൻ ഋതുരാജ് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡൽഹിക്കെതിരെ ചെന്നൈ തോൽക്കുമെന്ന് ആരും തന്നെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 മാച്ചും തോറ്റാണ് ഡൽഹി ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ CSK കളിച്ച എല്ലാ മാച്ചിലും ജയിച്ചിട്ടാണ് കളിച്ചത്. എന്നിട്ട് CSK കളി തോറ്റു. ഇന്ന് കളി തോറ്റ ശേഷം ഋതുരാജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഒരുപാട് തെറ്റുകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ബാറ്റിങ്ങിലാണ് പണിയായത്. ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഓപ്പണിങ്ങിൽ ഞാനും രവീന്ദ്രയും പെട്ടെന്ന് തന്നെ ഔട്ടായത് ഞങ്ങൾക്ക് തിരിച്ചടിയായി. ഒരു ഓപ്പണിംഗ് കൂട്ടിക്കെട്ട് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കളി ഞങ്ങൾ ജയിച്ചേനെ. പക്ഷേ ഇന്ന് കളി തോറ്റാലും എന്നെ കൂടുതൽ സന്തോഷകരമാക്കിയത് ധോണിയുടെ ബാറ്റിംഗ് ആണ്. ധോണി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ബാറ്റ് ചെയ്യുന്നത്. എന്നിട്ടും ധോണിയുടെ ആ ബാറ്റിങ്ങിൻ്റെ പവർ കുറഞ്ഞിട്ടില്ല. ധോണിയുടെ ഓരോ സിക്സും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ധോണി കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയെങ്കിൽ ഞങ്ങൾ കളി ജയിക്കുമെന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അടുത്ത മത്സരത്തിൽ ധോണിയെ കുറച്ചും കൂടി നേരത്തെ ഇറക്കാനാണ് ഞങ്ങളുടെ പദ്ധതി. തെറ്റുകൾ തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് ഋതുരാജ് വ്യക്തമാക്കി. കളി കണ്ട എല്ലാവർക്കും തോന്നിയത് അതുതന്നെയാണ്. ധോണി കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയെങ്കിൽ ഒരുപക്ഷെ CSK ടീമിനെ കളി ജയിക്കാമായിരുന്നു. ഡാറി മിച്ചിലെല്ലാം മുട്ടിയാണ് കളിച്ചത്. ശിവൻ ദൂബെ 17 ബോളിൽ നിന്ന് 18 റൺസ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ സ്ലോ ബാറ്റിംഗ് ആയിരുന്നു ഇന്ന് CSKയുടേത്. ജഡേജയും മെല്ലെയാണ് കളിച്ചത്. ധോണി കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയെങ്കിൽ ഒരുപക്ഷെ CSK കളി ജയിച്ചേനെ. കാരണം ധോണി 16 ബോളിൽ 37 റൺസാണ് അടിച്ചു കൂട്ടിയത്. എന്തായാലും ചെന്നൈ ഈ സീസണിലെ ആദ്യ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ധോണിയുടെ ബാറ്റിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.